ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അൻസൂസ് കിച്ചൻ. ഇന്ന് നമ്മളിവിടെ റെഡിയാക്കാൻ പോകുന്നത് ചെമ്മീൻ കൊണ്ടുള്ള ഒരു ബിരിയാണിയാണ്. അപ്പം നമുക്ക് ആദ്യം തന്നെ ചെമ്മീൻ മസാല റെഡിയാക്കുന്നതിന് എന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാം. ഇത് ഞാൻ ചെമ്മീൻ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം എണ്ണയിൽ വറുത്തെടുത്തതാണ്. പിന്നെ വേണ്ടത് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ബിരിയാണി മസാല, പിന്നെ ഉപ്പ് ആവശ്യത്തിന്, കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത്രയും മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താണ്. പിന്നെ സവാള. ഇത്രയും സാധനങ്ങളാണ് ചെമ്മീൻ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് അരിയാണ്. ഇവിടെ ഞാൻ 1 കിലോ അരി എടുത്തിട്ടുണ്ട്, ചെറിയ അരിയാണ്. പിന്നെ അതിലേക്ക് വേണ്ട മസാലക്കൂട്ട്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നെയ്യ്. പിന്നെ ചെമ്മീൻ മസാല റെഡിയാക്കുന്നതിന് എണ്ണ കൂടി വേണം കേട്ടോ, ആവശ്യത്തിന് എണ്ണ. ഞാനത് മറന്നുപോയി. അപ്പം ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെമ്മീൻ മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരണം. ഇനി നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് നല്ല ബ്രൗണിഷ് കളറിലേക്ക് വരണം. ഇപ്പോൾ സവാള നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന പൊടികളെല്ലാം ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് നമുക്കൊരല്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ ഇതിലേക്ക് ഒരു തക്കാളി കൂടി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ തക്കാളി അരിഞ്ഞത് ഇട്ടിട്ടില്ല. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന വറുത്ത ചെമ്മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചെമ്മീൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലും കൂടുതൽ ഗ്രേവി വേണമെന്നുള്ളവർക്ക് അല്പം കൂടി ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മസാലയാട്ടോ. നമുക്ക് വെറുംചോറിനൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു മസാലയാണ്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചോറ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ അരി ഇവിടെ കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതുപോലെ പാലിൽ കുറച്ച് ഫുഡ് കളർ ചേർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു പാൻ വെക്കാം. ആ പാനിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. മസാല ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. എന്നിട്ട് ആ അരി ഒന്ന് വേവിച്ച് പറ്റിച്ചെടുക്കണം. ഇപ്പോൾ നമുക്കിവിടെ അരി പറ്റിച്ചെടുക്കാനുള്ള വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് പറ്റിച്ചെടുക്കണം. നമുക്കൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിനകത്ത് തന്നെ കേട്ടോ മസാലയും ചേർത്ത് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് ഒരു പകുതി ചോറൊന്ന് മാറ്റി വയ്ക്കാം. ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം കുറച്ച് ചോറ്. അപ്പോൾ ചോറ് ഞാൻ പകുതി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ മസാല ഇട്ട് കൊടുക്കാം.
ഇതിലേക്ക് നമുക്ക് ബാക്കി പകുതി എടുത്തു വെച്ചിരിക്കുന്ന ആ ചോറും കൂടെ ഇട്ട് കൊടുക്കണം. ഞാൻ തീ സിമ്മിലിട്ടേക്കുവാണ്. ഇതൊന്ന് ഇതിലേക്കൊന്ന് ശരിക്കും നിരത്തി കൊടുക്കാം. ഇനി കളറ് ചേർക്കുന്നത് ഓപ്ഷനിലാണ് കേട്ടോ. ഞാൻ ഇത്തിരി കളറ് ബിരിയാണിക്കൊക്കെ ചേർക്കാറുണ്ട്. ബിരിയാണി ഒന്ന് കളർഫുൾ ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. പിന്നെ എസെൻസുകൾ ഞാൻ കൂടുതലായിട്ട് അങ്ങനെ എസെൻസുകൾ ഉപയോഗിക്കാറില്ല. ഇതാ കളറൊന്ന് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊക്കെ നമ്മൾ ആവശ്യത്തിന് ഒഴിച്ചേക്കണെയാണ്. പിന്നെ ഈ നമ്മൾ അരി പറ്റിച്ചെടുക്കുന്നതായതുകൊണ്ട് എക്സ്ട്രാ നെയ്യ് ചേർത്ത് കൊടുക്കണം എന്നില്ല. വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഗാർണിഷിങ്ങിനായിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരിയും സവാളയും കൂടെ വറുത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ദയവ് ചെയ്ത് സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വീഡിയോ ഫുള്ള് കാണണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ബൈ ഫ്രം അൻസൂസ് കിച്ചൻ.